ചക്കയ്ക്കുള്ള ഭയങ്കര ഡിമാൻഡുള്ളൊരു ടൈമാണല്ലോ ഇപ്പം. ഇപ്പം എല്ലാവർക്കും ചക്ക, അല്ലെങ്കിൽ ചക്കയുടെ പ്രൊഡക്റ്റുകൾ, ചക്കപ്പൊടി, ചക്ക ഹലുവ, അങ്ങനെ ചക്കയും കൊണ്ടുള്ള വിഭവങ്ങൾക്കൊക്കെ നല്ല ഡിമാൻഡുള്ളൊരു കാലമാണ്. അപ്പം നമ്മളും നമ്മുടെ വീടുകളിലൊക്കെ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ പ്ലാവ് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇതുപോലെ ചക്ക ഇടാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ വീട്ടിൽ മുട്ടൻ വരിക്ക എന്ന് പറഞ്ഞൊരു പ്ലാവാണ് കേട്ടോ. അതാണിത്. ഇതിൻ്റെ ചക്കയുടെ വലിപ്പം കണ്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 35 കിലോളം തൂക്കം വരും ഒരു ചക്ക. അങ്ങനെ നിറച്ചുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഇതിൻ്റെ താഴെയൊക്കെ നിലത്ത് നല്ലപോലെ ഉണ്ടായിരുന്നു. ഈ വർഷം താഴെ ഉണ്ടായത് തന്നെ പൊഴിഞ്ഞു പോയി. ഇതും ഏകദേശം അത്രയും വെയിറ്റ്, ഒരു 40 കിലോയോളം വെയിറ്റ് വരുന്ന ഒരു ചക്കയാണത്. ഈ വർഷമാണ് കേട്ടോ അത് ഇതിൻ്റെ ഇത്ര വലിപ്പത്തിൽ വന്ന്. കഴിഞ്ഞ വർഷം ഇത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല. ഈ ചക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഓരോ വർഷവും ഇതിൻ്റെ ടേസ്റ്റിനും ഇതിൻ്റെ ഈ ചക്കയുടെ വലിപ്പത്തിനും അതുപോലെ ഇതിൻ്റെ സ്ട്രക്ചറിനൊക്കെ വ്യത്യാസം വരും. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ചക്കകൾ. ഓരോ വർഷം ഓരോ ടേസ്റ്റ് ആയിരിക്കും, ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. പിന്നെ ഈ നമ്മൾ ചക്കയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതിൻ്റെ ഞെടുപ്പ് നോക്കിയാൽ അറിയാം. ഇതുപോലത്തെ ഈ തണ്ട് നല്ല ഹെൽത്തി ആണെങ്കിൽ, ഈ തണ്ടിന് നല്ല വണ്ണവും നല്ല ഹെൽത്തി ആണെങ്കിൽ നമുക്കറിയാം അതിലുണ്ടായി വരുന്ന ചക്കകൾ നല്ല വലിപ്പത്തിലും നല്ല നിറച്ച് ചുളയുള്ളതൊക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നിറയെ ചക്ക ഉണ്ടായി കിടക്കുന്ന പ്ലാവുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഈ തണ്ടിന് തീരെ കട്ടിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ, തീരെ വലിപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ആ ചക്കേനെ നമ്മളങ്ങ് ഒടിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ബാക്കിയുള്ള ചക്കകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ ഈ പ്ലാവിനും അതൊരു നല്ലതാണ്. കുറേ ചക്ക കായ്ക്കാൻ മാത്രം താങ്ങാനുള്ളൊരു ശക്തി ഇതിനില്ല എങ്കിൽ നമ്മൾ കുറേ ചക്ക ഉണ്ടാകുന്ന പ്ലാവുകളിലൊക്കെ, ഇതുപോലെ കുള്ളൻ പ്ലാവുകളിലൊക്കെ കുറച്ച് ചക്കയൊക്കെ അങ്ങ് കളഞ്ഞിട്ട് ബാക്കി കുറച്ച് ചക്കകളൊക്കെ നിർത്തുവാണെങ്കിൽ ആ വരുന്ന ചക്കകൾ നന്നായിട്ട് വരും. ഈ ചക്ക നമ്മൾ ഡെയിലി നമുക്ക് സാധിക്കുന്നിടത്തോളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. കാരണം അതിനകത്ത് അത്രയ്ക്കധികം ഫൈബർ കണ്ടന്റ് ഉണ്ട്. അതുപോലെ ഒട്ടും ഫാറ്റ് ഇല്ലാത്ത ഒരു ഇതാണ് ചക്ക എന്ന് പറയുന്നത്. അപ്പം ചക്കയിൽ ഇപ്പം ക്യാൻസറിനെ തന്നെ പ്രതിരോധിക്കാൻ മാത്രം ശക്തിയുള്ള ഏക ഒരു ഫലം എന്ന് പറയുന്നത് ചക്കയാണ് അല്ലേ. അപ്പം ചക്കപ്പൊടിക്കൊക്കെ നല്ല ഡിമാൻഡാണ്. ഇപ്പം ചക്ക ഇപ്പം ഓൾ സീസൺ അവൈലബിൾ അല്ല എങ്കിൽ ആ ചക്ക കൊണ്ട് ചക്ക ഉണക്കി ഉണ്ടാക്കുന്ന ചക്കപ്പൊടിക്കും നമുക്ക് ഇതേ ഗുണം തന്നെ കിട്ടും. അതുകൊണ്ട് അപ്പോൾ ഇടിച്ചക്ക കൊണ്ട് ചക്കപ്പൊടി ഉണ്ടാക്കാം, മൂത്ത ചക്ക കൊണ്ട് ചക്കപ്പൊടി ഉണ്ടാക്കാം. അപ്പം അങ്ങനെ പ്രൊഡക്റ്റുകളും നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ നമ്മൾ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാനും ഓവറോൾ നമ്മുടെ ബോഡിക്ക് എല്ലാ രീതിയിലും ഈ ചക്കയുടെ പ്രൊഡക്റ്റുകളും അതുപോലെ ചക്ക കൊണ്ടുള്ള പല സാധനങ്ങളും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചാൽ അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും. ഞാനിവിടെ ചക്കപ്പൊടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ വേറൊരു കുള്ളൻ പ്ലാവാണ്. ഇതാണ് വിയറ്റ്നാം ഏർലി ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. ഇത് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കുള്ളൻ പ്ലാവാണ്. ഇവിടെ താഴേന്ന് തൊട്ട് ഇങ്ങനെ ചക്കയുണ്ടായി, നിറച്ച് ചക്കയുണ്ടായി വരും. ഇത് ഒത്തിരി വലിപ്പമൊന്നും വെക്കില്ല. അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. ഇതും നമ്മൾ നിറയെ കാഴ്ച കഴിയുമ്പോൾ തണ്ടിന്റെ വലിപ്പം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും ഈ ചക്ക നല്ല ആരോഗ്യമുള്ള ചക്കയാണോ അല്ലെങ്കിൽ നല്ലപോലെ വലിപ്പം വെക്കുന്ന ചക്കയാണോ എന്നൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ വിയറ്റ്നാം ഏർലി ജാക്ക് ഫ്രൂട്ട് നമ്മൾ ഒത്തിരി ഹൈറ്റിൽ പോകാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. കാരണം ഒരു 12-15 അടി ഉയരത്തിൽ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇത് കുട പോലെ വിരിഞ്ഞ് അങ്ങനെ, എന്നാലാണ് നമുക്കിതിൻ്റെ ഇത് പറിക്കാനും അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ആരുടെ സഹായമൊന്നും വേണ്ട. നമുക്ക് ഓടി വന്നൊരു ചക്ക ഇടണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഓടി വന്നൊരു ചക്ക ഇടാനൊക്കെ ആയിട്ട് അതിനൊക്കെ പറ്റിയൊരു പ്ലാവാണ് കേട്ടോ വിയറ്റ്നാം ഏർലി ജാക്ക് ഫ്രൂട്ട്. നിങ്ങളുടെ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എന്തായാലും വാങ്ങിച്ചു വെക്കണം. പിന്നെ ഇതിന് വേറെ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇത് നമ്മൾ മൂത്ത് വിളഞ്ഞ ഈ ചക്ക പറിക്കുവാണെങ്കിൽ നമ്മൾ ഒരു 15 ദിവസത്തോളം കടലാസിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി. ഇത് കേടാവില്ല. ഇപ്പോൾ നമുക്ക് വല്ലയിടത്തേക്കൊക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മളത് മൂത്ത് വിളഞ്ഞ ചക്ക ചതയാനൊന്നും പാടില്ല. ചതയാതെ ഇപ്പോൾ ചതയേണ്ട കാര്യമില്ലല്ലോ. നമുക്കിതിപ്പോൾ ഇത്രയും ഹൈറ്റൊക്കെ ഉള്ളൂ, നമുക്ക് സുഖമായിട്ട് വന്നിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ചതയാതെ പറിച്ച് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു 15 ദിവസത്തോളം സുഖമായിട്ട് കേടുകൂടാതിരിക്കും. ഈവൻ മുറിച്ചാൽ തന്നെ അത് അങ്ങനെ പെട്ടെന്ന് ചീത്തയാവില്ല. അതാണ് ഈ വെറൈറ്റി ചക്കയുടെ പ്രത്യേകത. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഇടിച്ചക്ക ഉണ്ടായി നിൽക്കുകയാണ്. നല്ലൊരു മണമാണ് കേട്ടോ. ഇതിൻ്റെ അടുത്തൊക്കെ നടന്നു പോകുമ്പോൾ ഇടിച്ചക്കയ്ക്ക് ഒരു നല്ലൊരു മണമുണ്ട്. പിന്നെ നമ്മൾ വേറൊരു കാര്യം, ഇങ്ങനെ അധികം ഹൈറ്റിലേക്ക് വളരാതെ നോക്കണം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ രണ്ടാമതായിട്ടും ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ചക്കയൊക്കെ എത്ര നാള് കഴിഞ്ഞിട്ടാണ് ഒരു ചക്ക വിരിഞ്ഞ് ഇടിച്ചക്ക ആയി അത് വിരിഞ്ഞ് അത് വിളഞ്ഞ് അത് നമുക്ക് പാകമാകുന്നത്. ഏകദേശം പഴുക്കാറൊക്കെ ഏകദേശം ഒരു 110 ദിവസം ആകുമ്പോഴേക്കും നമുക്കൊരു ചക്ക
അത് പറിക്കാറാവും. അത് മൂത്ത് വിളഞ്ഞ് പറിക്കുന്ന ഒരു പാകമായി കിട്ടും. പിന്നെ നമ്മൾ ചക്കയ്ക്ക് ഈ പ്ലാവിനൊക്കെ ഇടയ്ക്ക് വളമൊക്കെ കൊടുക്കണം. നമ്മളിവിടെ ചാണകപ്പൊടിയാണ് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ഇവിടുത്തെ പശുക്കളുടെ ചാണകമൊക്കെ നല്ലപോലെ പച്ചച്ചാണകം ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് പുളിപ്പിച്ചിട്ടൊക്കെ പ്ലാവിന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മുറ്റത്ത് 1 2 ആ മുട്ടൻ വരിക്കയാണേലും അത് വലിയ ചക്കയാണ്. ഇത് വിയറ്റ്നാം ഏർലി ജാക്ക് ഫ്രൂട്ട് ചെറിയ ചക്കയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പ്ലാവുകൾ ധാരാളം മതി. 2 പ്ലാവ് വെച്ചാൽ ധാരാളം മതി. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചക്ക കഴിക്കാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ. അതുപോലെ ചക്കയുടെ പ്രൊഡക്റ്റുകൾ, ചക്ക വിഭവങ്ങൾ, അതുപോലെ ചക്കപ്പഴം, ചക്ക വേവിച്ചത്, ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഈ ചക്ക കൊണ്ടുള്ള ചക്ക വേവിച്ചതും അങ്ങനെ ഇതൊക്കെ. പിന്നെ ചക്ക കുരുമാങ്ങ വെക്കാം നമുക്ക്. ഇവിടെയൊക്കെ ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളാണ്. ചക്ക കുരുമാങ്ങ, ചക്കക്കുരു ഉപ്പേരി, ചക്ക വേവിച്ചത്, ചക്കപ്പുഴുക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാനിവിടെ ചക്കപ്പൊടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേര് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങാറുണ്ട്. അപ്പോൾ അതും ആവശ്യക്കാർക്ക് ഇതും അവൈലബിൾ ആണ്. പിന്നെ ഈ പ്ലാവ് നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. പ്ലാവ് നടുമ്പോൾ നമ്മൾ 2 അടി താഴ്ചയും 2 അടി സമചതുരത്തിലാണ് കുഴിയെടുക്കേണ്ടത് കേട്ടോ. 2 അടി 2ക്ക് 2 എന്നാണ് പറയണത്. പിന്നെ നമ്മൾ ആദ്യം ഒരു 10 ദിവസത്തോളം കുമ്മായം ഇട്ട് 10 ദിവസം വെക്കുക. അതിനുശേഷം നമ്മൾ ചാണകപ്പൊടിയും കുറച്ച് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കരിയിലകളൊക്കെ നിറച്ച് അങ്ങനെ വെച്ചതിന് ശേഷം നല്ല പ്ലാവും തൈ എന്നുവെച്ചാൽ കാച്ചു നിൽക്കുന്ന പ്ലാവും തൈയാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും, പെട്ടെന്ന് അതിൻ്റെ ഈൽഡ് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ പ്ലാവും തൈ വാങ്ങിച്ച് ഈ 2 അടി സമചതുരത്തിൽ 2 അടി താഴ്ചയും 2 അടി ചുറ്റളവും അങ്ങനെയുള്ള കുഴി എടുത്തിട്ട് അതിനകത്ത് തൈകൾ വെച്ച് നമ്മൾ നല്ലപോലെ സംരക്ഷിച്ച് കൊണ്ടുവരികയാണ്. ഇപ്പം പിന്നെ വേരൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല സൂര്യപ്രകാശം വേണം, അത് പ്രധാനമാണ്. നല്ല സൂര്യപ്രകാശം വേണം. ഒരു 12-15 അടി ആകുമ്പോൾ നമ്മളത് മുകളിൽ നിന്ന് മുറിച്ച് കൊടുക്കണം. പിന്നെ എൻ്റെ മമ്മിയുടെ അടുത്ത് ഇതുപോലൊരു 3-4-5 പ്ലാവുകളുണ്ട്. അത് ഇപ്പം നിറച്ച് ചക്കയാണ്. അതിൻ്റെ താഴേന്ന് തൊട്ടിങ്ങനെ ഇവിടുന്ന് തൊട്ടേ താഴത്തടിയെ ഇവിടെ തൊട്ടേ ഇങ്ങനെ ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പം മമ്മി പറയുന്നത്, മമ്മി ഇറച്ചി കഴിയ വെള്ളവും അതുപോലെ മീൻ കഴിയ വെള്ളവും ഒക്കെ എല്ലാം, അതുപോലെ കഞ്ഞിവെള്ളം, അതെല്ലാം ഈ പ്ലാവുകളുടെ ചോട്ടിലാണ് കൊണ്ടുവന്ന് ഒഴിക്കണത്. നിറച്ച് ചക്ക ഉണ്ടാകുന്നുണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. പക്ഷെ ഉപ്പിട്ട് കഴുകിയ നോൺ വെജ് ഒക്കെ നമ്മൾ ഉപ്പിട്ട് കഴുകുമല്ലോ, ആ വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നിറയെ ചക്ക ഉണ്ടായതായിട്ട് അനുഭവമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യണത്, നിങ്ങളുടെ വീട്ടിലൊക്കെ പ്ലാവില്ലാത്തവർ വളരെ കുറച്ച് സ്ഥലം മതി. ഡ്രമ്മിലായാലും നമുക്ക് നട്ട് വളർത്താം. അതുപോലെ ഇതുപോലെ 2 കുള്ളൻ പ്ലാവുകളുടെ തൈ വാങ്ങിച്ച് വെച്ച് നമ്മുടെ ഈ തലമുറയിൽ കുട്ടികൾക്കൊക്കെ ചക്ക ഇഷ്ടമല്ല. ഇപ്പം അവർക്കതൊന്നും കഴിക്കാൻ താല്പര്യമില്ല. അവരെ നമ്മളതൊക്കെ ശീലിപ്പിക്കണം. നല്ല ഹെൽത്തി ആയിട്ടൊരു ഫുഡാണ് ചക്ക എന്നുള്ളത് അവരെ ശീലിപ്പിക്കണം. അപ്പം പ്ലാവൊക്കെ നമ്മുടെ വീട്ടിൽ 2 വെച്ച് പിടിപ്പിക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഈ ചക്കയെക്കുറിച്ചുള്ളതും പ്ലാവ് എങ്ങനെയാണ് നടണേന്നുള്ളതും ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.